CPM സമ്മേളനകാലം വാർത്തകളിൽ നിറയുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. സ്വയം വിമർശനത്തിനും ഉൾപാർട്ടി വിമർശനത്തിനുമുള്ള സമാനതയില്ലാത്ത വേദിയാണിത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും കീഴ്ഘടകമായ ബ്രാഞ്ചിലെ സമ്മേളനങ്ങളിൽ തുടങ്ങി സംസ്ഥാന സമ്മേളനവും കടന്ന് ഒടുവിൽ പാർട്ടി കോൺഗ്രസിൽ അവസാനിക്കുന്നതാണ് ഈ കാലയളവ്. ഇതിനിടയിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ പാർട്ടി ജനറൽ സെക്രട്ടറി വരെയുള്ളവർ അംഗങ്ങളുടെ വിമർശനത്തിന് വിധേയരാകും. പാർട്ടിക്ക് ഭരണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനം നിശിതമായി വിലയിരുത്തപ്പെടും. പാർട്ടിയിൽ എത്ര ശക്തനാണെങ്കിലും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്നൊഴിവില്ല. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ഓരോന്നിനും മറുപടിയും നൽകേണ്ടി വരും. ഇതെല്ലാം കണ്ടാണ് ഓരോ സമ്മേളനകാലവും CPM-ന് അതീവ നിർണായകമാകുന്നത്. ഇക്കാലത്ത് നേതാക്കൾ കരുതലോടെ നീങ്ങുന്നതും ഇക്കാരണം കൊണ്ട് തന്നെ. പാർട്ടിയിൽ പുകയുന്ന പല വിഭാഗീയ പ്രശ്നങ്ങളും പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് സമ്മേളന കാലത്താണ്. മേൽ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രവർത്തനത്തിൽ എല്ലാമുള്ള വിമർശനങ്ങൾ തുറന്ന ചർച്ചയാകും. ഒപ്പം തന്നെ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെ ഓരോ കമ്മിറ്റിയും നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതാണ് സമ്മേളനത്തിലെ വജ്രായുധം. ഇതിൽ വിശദമായ ചർച്ചയുണ്ടാകും. ഉന്നയിക്കപ്പെടുന്ന ഓരോ ആക്ഷേപത്തിനും അതാത് ഘടകങ്ങളുടെ ചുമതലയുള്ളവർ മറുപടി പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പിലെ പോരായ്മകൾ മുതൽ നേതാക്കളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ വരെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടും. ചിലപ്പോഴെങ്കിലും പാർട്ടിക്കുള്ളിലെ എതിരാളികളെ വെട്ടിനിരത്താൻ എതിർവിഭാഗം ഉപയോഗിക്കുന്നതും ഈ റിപ്പോർട്ട് തന്നെയാണ്. VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് എതിർചേരിയിലുള്ളവരെ വെട്ടിനിരത്തിയതെല്ലാം സമ്മേളന കാലത്തായിരുന്നു. അതിന് ഉപയോഗിച്ചത് സംഘടനാ റിപ്പോർട്ടും. ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെ പല നേതാക്കളും VS പക്ഷം വിട്ട് പിണറായിക്കൊപ്പം കൂടിയതും ചരിത്രമാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ പാർട്ടിക്കെതിരെ വാർത്ത ചോർത്തിയെന്നാരോപിച്ചാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അടക്കം ഇടം വലം നിന്നവരെ പാർട്ടിയുടെ പോലും പടിക്ക് പുറത്താക്കിയത്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാൽ 2005-ലെ മലപ്പുറം സമ്മേളനം കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമാണെന്ന് പറയാം. ബ്രാഞ്ച് സമ്മേളനത്തിൽ പാർട്ടിയിലെ മുഴുവൻ അംഗങ്ങൾക്കും പങ്കെടുക്കാം എന്നാണ് പാർട്ടി ഭരണഘടന പറയുന്നത്. ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറിയെയും തൊട്ടു മുകളിലുള്ള ഉപരി കമ്മിറ്റിയായ ലോക്കൽ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നത്. ഇവരാണ് ലോക്കൽ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ പ്രതിനിധികളിൽ നിന്നാണ് ലോക്കൽ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. പാർട്ടി അവതരിപ്പിക്കുന്ന പാനലിൽ എതിരഭിപ്രായമുള്ള ഏത് പ്രതിനിധിക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും കമ്മിറ്റിയിലേക്കും മത്സരിക്കാം. ഇതുതന്നെയാണ് പാർട്ടി കോൺഗ്രസ് വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി. ലോക്കൽ സമ്മേളനം ഏരിയ പ്രതിനിധികളെയും ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. ഈ സമ്മേളന ക്രമത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അത് പാർട്ടി കോൺഗ്രസിന്റെ നടത്തിപ്പിനെ വരെ ബാധിക്കും. ചിട്ടയായ ഈ രീതി പിന്തുടരുന്നത് കാരണമാണ് കരുനാഗപ്പള്ളിയിലെയും തിരുവല്ലയിലെയും തർക്കങ്ങൾ ഏറെ നിർണായകമാകുന്നതും സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതും. പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനം ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടത്തുന്നു എന്ന വിശേഷണമാണ് പലപ്പോഴും നൽകാറുള്ളത്. കാരണം സമ്മേളന റിപ്പോർട്ട് മുതൽ പ്രതിനിധികളുടെ വിമർശനം വരെ ഒന്നും പുറത്തുവിടുന്ന പതിവില്ല. ആർക്കെങ്കിലുമെതിരെയുള്ള അച്ചടക്ക നടപടിയോ തിരുത്തൽ പ്രക്രിയയോ ഉൾപ്പെടെ പരസ്യപ്പെടുത്തണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നതല്ലാതെ ഒരു വിമർശനവും വെളിച്ചം കാണില്ല. സെക്രട്ടറി സ്ഥാനത്തേക്ക് സമവായം ഉണ്ടാക്കാനാകാതെ മത്സരം നടന്നാൽ അതും പുറത്തറിയാറില്ല. കേഡർ സംവിധാനത്തിലൂടെ CPM വളർത്തിയെടുത്തതാണ് ഈ ഇരുമ്പ് മറ. എന്നാൽ ഇന്നെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. സമ്മേളനങ്ങളിലെ തമ്മിൽ തല്ലും വിമർശനങ്ങളുമെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തുന്ന രീതി കഴിഞ്ഞ കുറച്ചുകാലമായി കാണാം. ഇപ്പോഴത്തെ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. തുടർഭരണം ലഭിച്ച ശേഷമുള്ള പല മോശം പ്രവണതകളെ കുറിച്ചും പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതിന്റെ പലതിന്റെയും ബഹിർസ്ഫുരണം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിമർശനങ്ങൾ എന്നതാണ് വാസ്തവം. ഭരണം അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തെ പാർട്ടിയെ തിരുത്താൻ കിട്ടുന്ന അവസരമാണെന്ന് കരുതി തന്നെ പലരും ഇതിനെ ഉപയോഗിക്കുന്നതാണ് പലയിടത്തും പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത്.